മാളവിക ഫിലിമി ബസാറിലേക്ക് സ്വാഗതം. നമസ്കാരം. മാളവികയുടെ പുതിയ സിനിമ ഒരുപക്ഷെ പ്രേക്ഷകൻ മാളവികയെ ചെറിയ കുട്ടിയായി കണ്ടതിന് ശേഷം മുതിർന്നൊരു കുട്ടിയായി അല്ലെങ്കിൽ ഒരു നായിക പരിവേഷത്തിലെത്തിയതിന് ശേഷം വരുന്ന ഒരു മൂവി ഓണത്തിന് ശേഷം റിലീസിന് തയ്യാറെടുക്കുകയാണ്. അതിൻ്റെ വിശേഷങ്ങളാണ് നമുക്ക് മാളവികയിൽ നിന്ന് നേരിട്ടറിയേണ്ടത്. എന്താണ് ഡഫേദാർ? ഡഫേദാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കളക്ടറിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന വ്യക്തിയുടെ പേരാണ്, അല്ലെങ്കിൽ വ്യക്തിയാണ്, ആളുടെ ഒരു ഡെസിഗ്നേഷനാണ് ഈ ഡഫേദാർ എന്ന് പറയുന്നത്. ഇതിൽ എൻ്റെ ക്യാരക്ടറിൻ്റെ പേര് വന്നിട്ട് അമല എന്നാണ്, ആമി എന്ന് വിളിക്കും. ഏഷ്യൻ ഫിലിംസിൻ്റെ ബാനറിൽ ജിക്സൺ തെക്കുംതല ആൻഡ് ജിനു മാത്യു ജോർജാണ് ഈ പടം പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ജോൺസൺ എസ്തപ്പാനാണ്, മാഷാണ് ഇതിൻ്റെ തിരക്കഥയും സംവിധാനവും മാഷാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതുവരെ ഞാൻ ചെയ്യാത്തൊരു കഥാപാത്രമായിരിക്കും ആമിയുടേത്. കുറച്ച് എന്താ പറയുക, എനർജറ്റിക് ഒരു ന്യൂജൻ ഗേളാണ്. അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു ക്യാരക്ടർ എനിക്ക് ചെയ്യാൻ സാധിച്ചത്. എങ്ങനെയാണ് ഡഫേദാറിലേക്ക് മാളവികയ്ക്ക് ഒരു ക്ഷണം വരുന്നത്? എല്ലാം വളരെ പെട്ടെന്നായിരുന്നു. ഡഫേദാറിലേക്ക് എനിക്ക് തോന്നുന്നു ഇതിൻ്റെ ആർട്ട് ഡയറക്ടർ നാഥൻ മണ്ണൂറാണ്. നാഥൻ ചേട്ടനാണ് ഇതിൻ്റെ ആർട്ട് ഡിപ്പാർട്ട്മെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ നാഥൻ ചേട്ടൻ്റെ കൂടെ ഞാൻ മുമ്പ് ഒരു പടം ചെയ്തിരുന്നു, അക്കൽ ഡാമയിലെ പെണ്ണ്. അങ്ങനെ ഇത് ഫിലിംസിൻ്റെ ബാനറിൽ ഈ ഡഫേദാറിന് നായികയെ ഇങ്ങനെ അന്വേഷിച്ച് നടന്നിട്ടാണ് അവസാനം നാഥൻ ചേട്ടനാണ് എൻ്റെ പേര് സജസ്റ്റ് ചെയ്യുന്നത്. അങ്ങനെ മാഷ് വീട്ടിൽ വന്നു, സ്ക്രിപ്റ്റൊക്കെ പറഞ്ഞു, കണ്ടു, അങ്ങനെ പെട്ടെന്ന് തന്നെ സൈൻ ചെയ്തു. പെട്ടെന്നായിരുന്നു ഷൂട്ടൊക്കെ. എല്ലാവരും മാളവിക നായിക എത്തുമ്പോൾ ആകാംക്ഷയോടെ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, ഈ സിനിമയിൽ നായകനുണ്ടോ മാളവികയ്ക്ക്? ഈ സിനിമയിൽ നായകനില്ല. ഈ സിനിമയിൽ എന്നെ പെയർ ചെയ്തിട്ടൊരു നായകനില്ല. ഇതിൽ ടൈറ്റിൽ റോൾ ഡഫേദാറായിട്ട് ചെയ്യുന്നത് ടിനി ചേട്ടനാണ്. ഒരുപക്ഷെ കലാഭവൻ മണി ചെയ്യേണ്ടിരുന്ന വേഷമായിരുന്നു അദ്ദേഹത്തിൻ്റെ മരണത്തിന് ശേഷം ടിനിയിലേക്ക് എത്തുകയായിരുന്നു അല്ലേ? അതെ, ഇത് മണിച്ചേട്ടൻ ചെയ്യേണ്ട പടമായിരുന്നു. അതിനുശേഷം പിന്നെ ടിനിയേട്ടനാണ് ഈ ക്യാരക്ടർ ചെയ്തത്. ടിനി ടോമുമായിട്ട് മാളവികയ്ക്ക് കോമ്പിനേഷൻ സീനുകളൊക്കെ ധാരാളം വരുന്നുണ്ടോ സിനിമയിൽ? സിനിമ ഒരു എന്താ പറയുക, മോർ ദാൻ ഹാഫ് ടിനിച്ചേട്ടൻ്റെ കൂടെയുള്ള കോമ്പിനേഷൻ സീൻസ് ആണ്. കൂടുതലായിട്ട് വരുന്നുണ്ടോ? ഓ തീർച്ചയായിട്ടും. ഒരു അച്ഛൻ മോൾ റിലേഷൻഷിപ്പ് നല്ലോണം കാണിക്കുന്നുണ്ട് ഈ പടത്തിൽ. ഈ സിനിമയിലൂടെയാണോ ഈ സംവിധായകനുമായിട്ടുള്ള പരിചയം, അല്ല പണ്ട് തൊട്ടേ പരിചയമുണ്ടോ? ഇല്ല, മാഷിന് എനിക്ക് ഈ സിനിമയിലാണ് പരിചയം. ആദ്യമായിട്ടാണ് മാഷിനെ ഞാൻ അന്ന് സ്ക്രിപ്റ്റ് പറയാൻ വരുമ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് മാഷിനെ കാണുന്നത്. മുമ്പ് ഞാൻ മാഷിനെ പറ്റി ഒരുപാട് കേട്ടിട്ടുണ്ട്, പക്ഷെ കാണുന്നത് ഈ പടത്തിൽ ആദ്യമായിട്ട്. ഒരുപക്ഷെ കറുത്ത പക്ഷികളും ഷിക്കാറും അങ്ങനെ മലയാളത്തിലെ എന്താണ് വലിയ വലിയ താരങ്ങൾക്കൊപ്പം വർക്ക് ചെയ്ത ആളാണ് മാളവിക എന്ന് പറയുന്നത്. ഒരുപക്ഷെ കുഞ്ഞു പ്രായത്തിൽ തന്നെ അതിൽ നിന്നും ജോൺസൺ എസ്തപ്പാനെ പോലുള്ള ഒരു ഇതിലേക്ക് വരുമ്പോൾ അതിൻ്റെ ഒരു വ്യത്യാസം എങ്ങനെയാണ് മാളവികയ്ക്ക് ഫീൽ ചെയ്യുന്നത്? കറുത്ത പക്ഷികൾ, അതുപോലെ തന്നെ ഷിക്കാർ, കാണ്ടഹാർ, മായ ബസാർ, അങ്ങനെ ഒരുപാട് ചിത്രങ്ങൾക്ക് ശേഷം മാഷിൻ്റെ പടം ചെയ്യുമ്പോൾ ഒരുപാട് പുതിയ കാര്യങ്ങൾ പഠിക്കാൻ സാധിച്ചു. അതൊരുപാട് സന്തോഷമുണ്ട്. കുട്ടിയായിരിക്കുമ്പോൾ മറ്റ് സംവിധായകർ ഒരുപക്ഷെ പറഞ്ഞു തരുന്നത്, മാളവിക അതിങ്ങനെ ചെയ്താൽ മതി, ഒന്നവിടെ ചിരിക്കൂ, ഒന്നവിടെ ഇങ്ങനെ ചെയ്യൂ, അങ്ങനെയൊക്കെ ആയിരിക്കും സ്വാഭാവികമായിട്ടും അന്ന് പറഞ്ഞിട്ടുണ്ടാവുക. ഇന്ന് മാളവിക മുതിർന്നപ്പോൾ സീൻ അവർ പറഞ്ഞു തരുന്നതിൽ വ്യത്യാസം അനുഭവപ്പെടാറുണ്ടോ? കാരണം അങ്ങനെയല്ല, മാളവികയോട് പറയുമ്പം ഇങ്ങനെ അങ്ങ് ചെയ്യാം എന്ന് മാളവികയ്ക്ക് തന്നെ തോന്നുകയാണോ? ആ വ്യത്യാസം എങ്ങനെയാണ്? ആ കുട്ടി താരത്തിൽ നിന്നും മുതിർന്ന നായികയിലേക്ക് വരുമ്പോഴുള്ള വ്യത്യാസം മാളവികയ്ക്ക് എങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത്? പണ്ട് കമലങ്ങൾ എന്താണോ എനിക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്, അതാണ് കറുത്ത പക്ഷികളിൽ മല്ലി ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇപ്പം ആമി എന്ന് പറയുന്ന ക്യാരക്ടറിനും എന്താണോ ചെയ്തിരിക്കുന്നത് അതിലൊരു വലിയൊരു പങ്ക് മാഷ്ക്ക് തന്നെ ഉണ്ട്. മാഷിൻ്റെ മനസ്സിലുള്ള ആമിയുടെ കഥാപാത്രം ഇങ്ങനെ ആയിരിക്കണം എന്ന് മാഷ് നല്ലൊരു ഐഡിയ ഉണ്ടായിരുന്നു. അപ്പോൾ അതേപോലെ തന്നെ ചെയ്യാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. മാഷ് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ തിരക്കഥയും ജോൺസൺ സാർ തന്നെയാണോ തയ്യാറാക്കിയത്? മാഷ് തന്നെയാണ് എൻ്റെ സ്ക്രിപ്റ്റും ചെയ്തത്. ഏതെങ്കിലും പ്രത്യേകിച്ച് പുസ്തകത്തെ അധികരിച്ചാണോ, അല്ല ഒരു പുതിയതായിട്ടുള്ളൊരു കഥ ഉണ്ടാക്കിയതാണോ? ഇല്ല, മാഷ് ഇതിന് വേണ്ടിയിട്ട് ഒരുപാട് പ്രയത്നിച്ചിട്ടുണ്ട്. ഒരുപാട് കാലത്തെ ഒരു ഹാർഡ് വർക്കാണ് ഈ ദഫേദാർ എന്ന് പറഞ്ഞ ചിത്രം. ഇതിൻ്റെ ചിത്രീകരണമൊക്കെ ഏതൊക്കെ സ്ഥലങ്ങളിലായിരുന്നു ഉണ്ടായിരുന്നത്? ഇതിൻ്റെ ഷൂട്ടിംഗ് വന്നിട്ട് ചാലക്കുടിയിലുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ സോങ് വന്നിട്ട് മൂന്നാർ, അതിരംപിള്ളി, പാലക്കാട്, പൊള്ളാച്ചി, ഈ സ്ഥലങ്ങളിലൊക്കെ ആയിരുന്നു. നമുക്ക് ഏതായാലും ഈ സിനിമയിലെ ഒരു സോങ് നമുക്കൊന്ന് കണ്ടാലോ? തീർച്ചയായിട്ടും. സോങ് മാളവിക, വെൽക്കം ബാക്ക്. നല്ല സോങ് ആയിരുന്നു അല്ലേ? വളരെ നല്ലൊരു സോങ് ആണ്. ഓണത്തിന്റെ സമയമാണ്. ഇതിന്റെ മ്യൂസിക് ചെയ്തിരിക്കുന്ന ഇളയരാജ സാറാണ്. സാറിന് ഒരു ബ്രേക്കിന് ശേഷം വരുന്ന ചിത്രമാണ് ഡഫേദാർ. അപ്പോൾ ഞങ്ങളുടെ ടീമിന്റെ വക ഈ ഓണത്തിന് ഞങ്ങൾ തരുന്ന ഒരു സമ്മാനമായിരിക്കും ഈ ഓണപ്പാട്ട്. സത്യം പറഞ്ഞ് ഈ പാട്ട് കണ്ടിട്ട് മതിയായില്ല, ഒന്നുകൂടെ കണ്ടാലോ? തീർച്ചയായിട്ടും, ഒന്നുകൂടി കാണാം. സോങ്.
ഹലോ. എവിടെയായിരുന്നു? അല്ല, ഒരുപാട് സർപ്രൈസുകൾ ഇങ്ങനെ ഒളിഞ്ഞു കിടക്കുന്നോണ്ട് നമ്മളിങ്ങനെ ഞാൻ ഹൈഡ് ഇവിടൊക്കെ ചിലപ്പോൾ ഹൈഡ് ചെയ്തിരിക്കാം. അതിനുള്ള സ്പേസ് ഒക്കെ ഇതിന്റെ ബാക്കിൽ. വെൽക്കം ടു ദ ഷോ. അതെ അതെ, വെൽക്കം ടു ദി ഷോ. എങ്ങനെയുണ്ട്? സുഖമായിരിക്കുന്നല്ലോ? ഓണമൊക്കെ എവിടം വരെ എത്തി? ഓണൊക്കെ ഇങ്ങനെ പോകുന്നു, നന്നായി പോകുന്നു. ഓണവിശേഷങ്ങളാണ് ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മൂവി വിശേഷങ്ങളൊക്കെയാണ്. ഇപ്പൊ ഇതുവരെ പറയാത്ത ഒരു കാര്യം ക്യാരക്ടറിനെ കുറിച്ചാണ്. അതാണ് അറിയേണ്ടത്. കുട്ടി മാളവികയിൽ നിന്ന് വലിയൊരു മാളവികയായി മാറിയിരിക്കുകയാണ്. അപ്പം നമുക്ക് ആ കുട്ടിത്തമുള്ള മുഖം മാത്രമേ ഓർമ്മയുള്ളൂ. അപ്പൊ ക്യാരക്ടർ ഇപ്പോഴത്തെ വലിയ കുട്ടിയായതിനു ശേഷമുള്ള ഈ ക്യാരക്ടറിനെ പറ്റി എന്ന് പറ. ഈ സിനിമയിൽ നേരത്തെ ഞാൻ പറഞ്ഞു, എന്റെ ക്യാരക്ടറിന്റെ പേര് അമല, ആമയെന്ന് വിളിക്കും. ഒരു എന്താ പറയാ, ഒരു മോഡേൺ, എല്ലാരും ഇങ്ങനെ ചീത്ത പറഞ്ഞു, അങ്ങനെ എന്തെല്ലാരും ഇങ്ങനെ ഇങ്ങനെ എന്താ പറയാ, ചീത്ത പറഞ്ഞ് ഭയങ്കര പേടിപ്പിച്ചൊക്കെ. പക്ഷെ അങ്ങനെ ഭയങ്കര എനർജറ്റിക്. ആ വീട്ടിലെ ഏറ്റവും ചെറുത് ഞാനാണ്. അപ്പോ ഈ കുട്ടി ഒരു ഹോം നേഴ്സ് ആണ്. ഈ അയ്യപ്പൻ എന്ന് പറയുന്ന ഈ ദഫേദാറായി ടിനിച്ചേട്ടൻ ചെയ്യുന്ന ക്യാരക്ടറിനെ നോക്കുന്ന ഒരാള്. ശരിക്കും പേഴ്സണൽ ലൈഫിൽ എങ്ങനെയാണ് ഈ പറഞ്ഞത്? വല്ല ബന്ധങ്ങളൊക്കെ ഉണ്ടോ? ഭയങ്കര അല്ല, ഞാൻ വെച്ചാൽ ഹോം നേഴ്സിന്റേതല്ല ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ. ഭയങ്കര എനർജറ്റിക്, അല്ലെങ്കിൽ ഭയങ്കര എല്ലാരെയും പേടിപ്പിച്ച് നിർത്തുന്ന കുട്ടി എന്നൊക്കെ പറഞ്ഞല്ലോ. അതെ, ഇവിടെ ഒന്ന് ഞാൻ ചോദിക്കേണ്ടിയിരിക്കുന്നു, അമ്മയോടൊന്ന് ചോദിക്കേണ്ടിയിരിക്കുന്നു, ഇങ്ങനെയൊക്കെയാണോ ഈ കുട്ടി? ഞാൻ ഇപ്പൊ എങ്ങനെയാണോ അതുപോലെ തന്നെ ഭയങ്കര ഇന്നസെന്റ് ആയിട്ടുള്ള ഒരു കുട്ടി അല്ലേ? ഈ അമ്മയുടെ ആ ഒരു മീറ്റിങ്ങിന് വരുന്ന സമയത്താണ് മാളവികയുടെ വലിയ കുട്ടി എന്നുള്ള ആ ഒരു പിക്ചർ അത്രയും വൈറലാവുന്നത്. എനിക്ക് തോന്നുന്നു അതെന്താ വെച്ചാ കുറച്ച് കറുത്ത പക്ഷികളൊക്കെ കഴിഞ്ഞ് കുറച്ച് കാലത്തിന് ശേഷം മീഡിയാസ് കാണുന്നത് അമ്മയുടെ മീറ്റിംഗ്. അപ്പൊ ഞങ്ങളൊക്കെ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ചെറിയ ആ ഒരു കുട്ടിയുടെ ആ ഫേസും അതൊന്നും മനസ്സിൽ നിന്ന് മാഞ്ഞു പോയിട്ടില്ലല്ലോ. അതിങ്ങനെ നിൽക്കുകയാണ്. അപ്പോഴാണ് പെട്ടെന്ന് മാളവികയോ എന്നുള്ളൊരു എല്ലാരും എന്നെ കാണുമ്പോഴും എന്നുള്ള ഒരു ചോദ്യത്തിലായിപ്പോയി. അപ്പം ശരിക്കും ആ ഒരു മാറ്റം ഇപ്പം സ്കൂളിലാണേലും എല്ലാവർക്കും അറിയാമല്ലോ, ചൈൽഡ് ആർട്ടിസ്റ്റ് ആയിട്ട് തന്നെ വന്ന ഒരാളാണ് മാളവിക. അപ്പം ആ ഒരു മാറ്റം സ്കൂളിലെ ടീച്ചേഴ്സ് ആണേലും ഫ്രണ്ട്സ് ആണേലും എല്ലാവരും അവരൊക്കെ എക്സ്പ്രസ് ചെയ്തിരുന്നിട്ടുണ്ടോ അതങ്ങനെയുള്ള ഒരു മാറ്റം? ഞാൻ 10th വരെ ഭവൻസിലാണ് പഠിച്ചത്. ഇപ്പൊ പഠിക്കുന്ന വിവേകോദയം ബോയ്സ് ഹയർ സെക്കൻഡറി തൃശ്ശൂർ. അപ്പോ ഫസ്റ്റ് ഇയർ തുടങ്ങിയ സമയത്ത് ഞാൻ വന്നപ്പോ എല്ലാരും ഇങ്ങനെ അമ്പരന്ന് ഇതേ ഒരു എക്സ്പ്രഷൻ ആയിരുന്നു. അയ്യോ, കറുത്ത പക്ഷിയുള്ള മാളു ഇത്ര പെട്ടെന്ന് വലുതായോ അങ്ങനെ. അപ്പൊ എല്ലാരും ഇപ്പൊ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ദഫേദാർ കാണാൻ വേണ്ടിട്ടുള്ള ഒരു ശരിക്കും ഇതൊരു ഫീമെയിൽ സെൻട്രിക് അങ്ങനെ ഒരു ക്യാരക്ടർ ആണ് ഇതല്ലേ? ഇതിനകത്ത് കുറച്ച് അങ്ങനെയൊന്നും ഇല്ല. നോർമൽ ഒരു നമ്മളെന്നും നമ്മുടെ വീടിന്റെ അപ്പുറത്തും ഒക്കെ കാണുന്ന ഒരു നമ്മുടെ സൊസൈറ്റിയിൽ കാണുന്ന ഒരു ബബ്ലി ഒരു. അപ്പൊ ശരിക്കും ഇത്രയും നാളത്തെ ഒരു ബ്രേക്ക് പഠിത്തവുമായിട്ടൊക്കെ പോയി നല്ലൊരു ക്യാരക്ടർ വരാനായിട്ടൊക്കെ വെയിറ്റ് ചെയ്തു. അങ്ങനെ ഒരു റൈറ്റ് ആപ്റ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ കിട്ടി. അങ്ങനെ നമ്മുടെ കുട്ടി മാളവിക വലിയ മാളവികയായി ദഫേദാർ മൂവിയിലൊക്കെ എത്തിയിരിക്കുകയാണ്. അപ്പൊ നമുക്കിപ്പോ ഒരു ബ്രേക്ക് എടുത്താലോ? ബ്രേക്ക്. Back to the show, Filmy Bazaar, and ultimate entertainment updates from movies. നമ്മുടെ ഗിഫ്റ്റ് സ്പോൺസർ ചെയ്യുന്ന ക്യൂട്ടീസ് 90s ആൻഡ് റിഹാ വെഡിങ് സെന്റർ തലശ്ശേരിയാണ് രണ്ട് ഗിഫ്റ്റുകൾ സ്പോൺസർ ചെയ്യുന്നത്. സോ നമുക്ക് ദഫേദാർ മൂവിയിലേക്ക് വരാം. ഇതിന് വേറൊരു ഭയങ്കര അത് ഇതുവരെ പറയാതിരിക്കുകയാണ്, അത്രയും വലിയൊരു സംഭവം ഉണ്ടായിട്ടല്ലേ? നമുക്ക് സമയം കിടക്കുക അത്ര ഇല്ല. അതായത് ലാസ്റ്റ് ഡേ ഇതിന്റെ സോങ് റിലീസ് ആയിരിക്കുകയാണ്. അത് എന്താ പറയാ, ഉദ്ഘാടനം ചെയ്തിരിക്കുന്ന ആരാണ്? നമ്മുടെ സ്വന്തം അതാണ്. അപ്പൊ അതിൽ കൂടുതൽ ഒരു പ്ലസ് ഇതിന് പ്രത്യേകിച്ച് കിട്ടാനായിട്ടില്ല അല്ലേ? അപ്പൊ ഒരു നല്ല തുടക്കമാവട്ടെ, ഭയങ്കരമായിട്ട് ഹിറ്റ് ആവട്ടെ. അപ്പം ഇനി ഞാൻ കാര്യത്തിലേക്ക് കിടക്കാൻ പോവാണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാൻ പോവാണ്. ഒക്കെയാണ് പേരിട്ടേക്കുന്ന ആൾക്കാര്. അതെ, പക്ഷെ ഒറ്റ വാക്കില് ആൻസേഴ്സ് അങ്ങ് പറഞ്ഞങ്ങോട്ട് പോവാം. വളരെ ചുരുങ്ങിയ സമയങ്ങളേ ഉള്ളൂ നമുക്ക്. അതായത് ഈ ദഫേദാർ മൂവിയില് മാളവികയ്ക്ക് ഇഷ്ടപ്പെട്ട ഒരു സീൻ, ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു സീൻ എന്റെ ഇൻട്രോ സീനാണ്. അതിപ്പോ പറയണ്ട, സിനിമ കാണണ്ടേ? അതെ. അപ്പൊ ഞാൻ കാണുമ്പോ ഞാൻ പറയാം കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഇപ്പൊ ഒരുപാട് മലയാള സിനിമകളിൽ ഇഷ്ടംപോലെ കോമഡി സീൻസ് ഒക്കെ ഉണ്ട്. അപ്പൊ മാളവിക ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്ത ഒരു കോമഡി സീൻ? ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്ത കോമഡി സീൻ ചിരിച്ച് ഭയങ്കരമായിട്ട് ഇങ്ങനെ ഇപ്പോഴും ആ കോമഡി ഓർക്കുമ്പോ കിലുക്കം മൂവി സീൻ. അതിലേതാണ്? അങ്കമാലിയിലെ പ്രധാന. അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടല്ലേ? ഇനി ഞാനൊരു 5 വാക്ക് പറയും. എന്താണ് മാളവികയുടെ മനസ്സിൽ ആദ്യം വരുന്നത് പറയാ? ഫ്ലർട്ടിങ്. നോ കമന്റ്സ്. ഓ മൈ ഗോഡ്. ഹാൻസം. അതാണ് എനിക്ക് ഹാൻസം. മമ്മൂക്ക. എന്റെ പൊന്നു. ജലസ്. നോർമൽ യൂഷ്വൽ തിങ്, എല്ലാവർക്കും ഉള്ള കാര്യമാണ്. ഹോം.
home, love. ഓ ആ ഓക്കെ. വേഴ്സ് ക്യാരക്ടർ ഇൻ യു. Worst character in you. ദേഷ്യം വരും പെട്ടെന്ന്. പെട്ടെന്ന് കണ്ടാ പറയത്തില്ല കേട്ടോ, ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നു? വൺ തിങ് യു കാൻ ലീവ് വിത്തൗട്ട്. My phone. മൈ ഫോൺ. ഞാൻ വെച്ചാൽ അമ്മ എന്നൊക്കെ പറയുമായിരിക്കുന്നു. പാവ ആൻഡ്. ഇൻഡസ്ട്രിയിൽ ഇപ്പൊ ഒരാളെ പ്രപ്പോസ് ചെയ്യാൻ പറയുക ഞാൻ മാളവികയോട്, ആരെ പ്രപ്പോസ് ചെയ്യും? ഒരാളെ പ്രപ്പോസ് ചെയ്യാൻ പറഞ്ഞാൽ ഭയങ്കര കഷ്ടം. ഇമാജിനേഷനാ. എന്തായാലും ചുമ്മാ ആരെങ്കിലും ഒക്കെ പേര് പറ. പെട്ടെന്ന് പറയുമ്പോ ഇഷ്യൂ ദുൽഖർ സൽമാനെ പ്രപ്പോസ് ചെയ്യാൻ തോന്നുന്നു, പൃഥ്വിരാജിനെ പ്രപ്പോസ് ചെയ്യാൻ തോന്നുന്നു, അങ്ങനൊക്കെ പറയുക. അങ്ങനെ ഇപ്പോ കാളിദാസ് ചേരാം. എനിക്ക് വയ്യ. കുക്ക് ചെയ്യാൻ ഇഷ്ടമുള്ള ഡിഷ്. അറിയത്തേ ഇല്ല. കുക്ക് ചെയ്യാൻ ഇഷ്ടമുള്ള ഡിഷ് ചിക്കൻ. ചിക്കൻ അറിയാമോ? ഇല്ലല്ലോ, അതുകൊണ്ടല്ലേ ധൈര്യമായിട്ട് ഞാൻ പറഞ്ഞത്. ഓക്കെ, ഇനി അടുത്തത് മാളവിക എന്നുള്ള ഒരു ഭയങ്കര ഇന്നസെന്റ് ആയിട്ടുള്ള ഒരു കുട്ടിയാണെന്നറിയാം, നല്ലൊരു ആക്ട്രസ് ആണെന്നുള്ളത് അറിയാം. അല്ലാതെ പ്രേക്ഷകർ അറിയാത്ത 2 കാര്യങ്ങൾ എന്തൊക്കെയാണ്? എന്റെ അമ്മേ, അങ്ങനെ അറിയാത്തതായിട്ട് ഒന്നും ഇല്ലെന്ന് തോന്നുന്നു. എന്നുവെച്ചാൽ അങ്ങനെ വേറെ ഹോബീസ് എന്നൊക്കെ പറയുകയാണെങ്കിൽ എന്നിലുള്ള കഴിവാണ്. അല്ല, എന്തെങ്കിലും കഴിവുകൾ ഉണ്ടെങ്കിൽ അത്, എക്സ്ട്രാ കഴിവുകൾ ഉണ്ടെങ്കിൽ അത്, അല്ലെങ്കിൽ ഞാൻ ഭയങ്കര ഇപ്പൊ ദേഷ്യപ്പെടുവെന്ന് പറഞ്ഞു, അതിപ്പോ പ്രേക്ഷകർക്ക് അറിയത്തില്ലല്ലോ, ആ സത്യം പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. അപ്പൊ ഒരെണ്ണം കഴിഞ്ഞു, ഞാൻ പറഞ്ഞു. ദേഷ്യപ്പെടും. രണ്ടാമത് എനിക്ക് ചിരിച്ചു തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ നിർത്താൻ ഭയങ്കര പാടാണ്. അത് ശരി, നന്നായി ഇവിടെ ചിരിക്കാഞ്ഞത്. ചിരി മത്സരമായി മാറിയേനെ. അപ്പൊ വളരെ നല്ലൊരു 2 ക്വാളിറ്റീസ് ആണ് പ്രേക്ഷകർ അറിയാവുന്ന 2 കാര്യങ്ങളുള്ളത്. അപ്പം വളരെ സിമ്പിൾ ആയിട്ടുള്ള എൻ്റെ ഈ ചോദ്യങ്ങൾ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. കാരണം ഞാൻ ഒത്തിരി അങ്ങോട്ട് സ്ട്രെസ് ചെയ്യാം, കാരണം ഇനി ദഫേദാർ മൂവിയെ കുറിച്ച് കുറച്ച് പറയാനുണ്ട്. അത് കാരണം ഞാൻ ഇന്നത്തേക്കൊന്ന് വിട്ടേക്കുക. പക്ഷേ ഇതുകൊണ്ടൊന്നും അവസാനിക്കുന്നില്ല. ഓണക്കാലത്ത് മാളവികയുടെ ഇതിലൊരു ഡീറ്റെയിൽ ഇന്റർവ്യൂ ഉണ്ടല്ലേ, കൈരളി, വീല്, പീപ്പിള്, കൈരളിയിൽ എല്ലാമായിട്ട് മൊത്തത്തിൽ നിറഞ്ഞു നിൽക്കുകയാണ്. സോ ആരും അത് മിസ് ചെയ്യരുത്. മൂവിയെ പറ്റിയും മാളവികയുടെ ഓണവിശേഷങ്ങളും എല്ലാമായിട്ട് ഒരു മിക്സപ്പ് ആണ് ആ ഇന്റർവ്യൂ അല്ലേ. അതുകൊണ്ട് നമ്മൾ ഇവിടെ കുറച്ചങ്ങോട്ട് ചുരുക്കിയേക്കുക. പക്ഷെ ഇത് നമ്മൾ മൂവിയെ പറ്റി പറയണമല്ലോ എന്തായാലും. അപ്പൊ നമുക്ക് ദഫേദാറിലേക്ക് തന്നെ തിരിച്ചു വരാം. ഇതൊരു പ്യുവർലി ഒരു ഫാമിലി എന്റർടൈനർ ആണ് അല്ലേ? തീർച്ചയായിട്ടും ഒരു ഫാമിലി എന്റർടൈനർ ആണ്. എല്ലാവർക്കും കുടുംബസമേതം പോയി കാണാൻ പറ്റുന്ന ഒരു നല്ലൊരു ചിത്രമായിരിക്കും. അതെ, കുറെ നാളുകൾക്ക് ശേഷം ഇപ്പൊ എല്ലാം ഒരു യങ്സ്റ്റേഴ്സും അങ്ങനെയുള്ള ഒരു ടീനേജ് അങ്ങനെ കുറെ വരുന്നുണ്ട്, പിന്നെ എല്ലാം ഫാമിലി എന്റർടൈനേഴ്സ് വരുന്നുണ്ട്. അപ്പൊ അതിൽ നിന്നൊക്കെ വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു സ്റ്റോറി ആയിരിക്കുമോ ഇത് പ്രേക്ഷകർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ? തീർച്ചയായിട്ടും ഇതിൽ നിങ്ങൾക്ക് ചിരിക്കാനുണ്ടാവും, കുറച്ച് നല്ല മനസ്സിൽ തങ്ങി നിൽക്കുന്ന കുറെ സീൻസ് ഉണ്ടാവും, പിന്നെ നല്ല 2 പാട്ടുകളുണ്ട്. അതുകൊണ്ട് നമ്മളിപ്പോ കേട്ട് കഴിഞ്ഞു. അതൊരു ഓണക്കാലത്തൊക്കെ എനിക്ക് തോന്നുന്നു ശരിക്കും ഓണക്കാലത്തിന് വേണ്ടിട്ട് ചെയ്ത പോലെ ഉള്ള ഒരു ഫീൽ ഉണ്ട് ആ പാട്ട് കേൾക്കുമ്പോ അല്ലേ. ഇച്ചിരി ഓണം ടച്ചൊക്കെ ഉണ്ട് അതില്. ഓണം ടച്ചൊക്കെ ഉണ്ട്. മാളവിക പാട്ട് പാടത്തില്ലേ? ഞാൻ അങ്ങനെ കേട്ടില്ല. അത് വെറും തെറ്റിദ്ധാരണയാണ്. ഞാൻ അങ്ങനെ ആരും എന്നോട് അങ്ങനെ പറഞ്ഞു പോലെ അമ്മയാണെന്ന് ഇല്ലല്ലേ. ഞാൻ വെച്ച ഓണക്കാലം ഒക്കെ അല്ലേ പ്രേക്ഷകർക്ക് വേണ്ടി ഒരു 2 പാട്ട് പാടാന്ന്. നമ്മളിപ്പോ തന്നെ നല്ല പാട്ട് കേട്ടിരിക്കുകയാണ്. അതുകൊണ്ട് പാടിക്കോളാക്കണ്ട ഉദ്ദേശിച്ചത്. അന്നും ഞാൻ പറഞ്ഞായിരുന്നു, പക്ഷെ ഇന്റർവ്യൂവിന് നമ്മൾ ഓണക്കാലത്തെ ഇന്റർവ്യൂവിന് പറഞ്ഞപ്പോ എനിക്ക് അന്ന് ചെറിയ സുഖമില്ലാതെ പനിയുടെ ഒക്കെ ഒരു ചെറിയൊരു അവസ്ഥയിൽ ഇരുന്നത് കൊണ്ട് അന്ന് ഞാൻ പാവം കുട്ടിയല്ലേ എന്നൊക്കെ വെച്ചിട്ട് വിട്ടതാ. പോട്ടെ, ഇന്നും എന്തൊക്കെയോ അവസ്ഥകൾ മാറിയിരിക്കുകയാണ്. പക്ഷെ പിടിച്ചോളാം കേട്ടാ. അപ്പൊ എന്തായാലും നമ്മുടെ ഇന്നത്തെ ഫിലിമി ബസാർ ഇവിടെ വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായിരിക്കുകയാണ്. എന്റെ സസ്പെൻസുകളൊക്കെ നല്ല രീതിയിൽ അങ്ങനെ എൻജോയ് ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. എനിക്ക് പുറത്തിറങ്ങാൻ പേടിയുണ്ട്. അപ്പോൾ എന്തായാലും പ്രേക്ഷകരോട് എന്താണ് മാളവികയ്ക്ക് പറയാനുള്ളത്? തീർച്ചയായിട്ടും ഇപ്പൊ നേരത്തെ നമ്മൾ സംസാരിച്ച പോലെ തന്നെ ഓണം കഴിഞ്ഞ ഉടനെ ദഫേദാർ റിലീസ് ഉണ്ട്. തീർച്ചയായിട്ടും ഇതൊരു ഫാമിലി എന്റർടൈനർ ആയിരിക്കും. നിങ്ങൾക്കൊരു പുതിയ അനുഭവമായിരിക്കും. എല്ലാരും പറയുന്ന പോലെയല്ല, പക്ഷെ തീർച്ചയായിട്ടും ഒരു നല്ല അനുഭവമായിരിക്കും. ഉണ്ട് ഈ മൂവിയില് കുറച്ച് ട്വിസ്റ്റ് ഒക്കെ ഉണ്ട്. അതൊന്നും ഇപ്പൊ പറയത്തില്ല. അപ്പൊ അതെന്താന്ന് തിയേറ്ററിൽ തന്നെ പോയി കാണണം. തിയേറ്ററിൽ തന്നെ പോയി കാണണം. അതെ, തിയേറ്ററിൽ തന്നെ പോയി കാണണം. അപ്പൊ എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണാ. എല്ലാവരും ഓണം അടിച്ചു പൊളിക്കുക. എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഓക്കെ, അപ്പം വീണ്ടും ഒരുപാട് സ്പെഷ്യൽ സെഗ്മെന്റ്സ് ഒക്കെ ആയിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും. താങ്ക് യു സോ മച്ച് മാളവിക വരുന്നതിൽ. സോ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം അല്ലേ? സോ ഇറ്റ്സ് മീ നിഷ ആൻഡ് മാളവിക സൈനിങ് ഓഫ് ഫ്രം ഫിൽമി ബസാർ. ബൈ.